ശരിക്കും ഈ കാലിലെ നീർക്കെട്ട് എന്ന് പറയുന്ന അവസ്ഥ, അത് ഒരു കാലിനാണെങ്കിലും ഇരു കാലിനുള്ള ഉള്ളതാണെന്നുണ്ടെങ്കിലും നിസ്സാരമായിട്ട് കാണേണ്ട ഒരു രോഗമല്ല, അല്ലെങ്കിൽ ഒരു രോഗലക്ഷണമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ചെറിയ കാരണങ്ങൾ തൊട്ട് വളരെ വലിയ കാരണങ്ങൾ കൊണ്ട് വരെ കാലിൽ നീർക്കെട്ട് കണ്ടുവരുന്നു വരാം. അപ്പൊ നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാത്രിയിൽ കിടക്കുമ്പോൾ കാല് പൊക്കി വെച്ച് കിടന്നാല്, അല്ലെങ്കിൽ കാലിൽ ടൈറ്റ് ആയിട്ട് ക്രേപ്പ് ബാൻഡേജ് ഒക്കെ ചുറ്റി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴോ ഒക്കെ ചിലപ്പോൾ ഈ നീർക്കെട്ട് വലിഞ്ഞു പോയി എന്ന് വരാം. അപ്പം അങ്ങനെയൊക്കെ വലിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാലിന് നല്ല മൊബിലിറ്റി കിട്ടുന്ന പോലെ തരത്തിലുള്ള എക്സസൈസുകൾ, ഒരുപാട് സമയം നടക്കുന്നു, അല്ലെങ്കിൽ സ്വിം ചെയ്യുന്നു, നീന്തല്, സൈക്ലിംഗ് പോലെയുള്ളതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നീർക്കെട്ട് ചിലപ്പോൾ കുറയുന്നത് കാണാം. അങ്ങനെ അത് പൂർണ്ണമായിട്ട് മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അധികം ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നീർക്കെട്ട് പൂർണ്ണമായിട്ട് മാറുന്നില്ല, അല്ലെങ്കിൽ അത് താൽക്കാലികമായിട്ട് മാറിയിട്ട് വീണ്ടും അപ്പിയർ ചെയ്യുന്നു, ഇത്തരത്തിലുള്ള നീർക്കെട്ട് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണേണ്ടത് തന്നെയാണ്. അപ്പം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു നീർക്കെട്ട് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായി അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം നമുക്ക് വൈറ്റമിൻ സി അധികമുള്ള ഭക്ഷണം ഒക്കെ കഴിക്കുന്നതും ഈ ഒരു നീർക്കെട്ട് ഉണ്ടാകുന്ന ടെൻഡൻസിയെ തടയാൻ ഒരുപാട് സഹായിക്കും. മാത്രമല്ല, കാലിൽ സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് കാല് ഉഴിഞ്ഞു കൊടുക്കുക, കാല് ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും മാറി മാറി ചവിട്ടുക, ഇതൊക്കെ നമ്മുടെ ആ ഒരു നീർക്കെട്ട് വരാനുള്ള ടെൻഡൻസിയെ കുറയ്ക്കുന്നതായിട്ട് കാണാറുണ്ട്.